ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 9 ചൊവ്വാഴ്ചയാണ്. വാൾ സ്ട്രീറ്റ് ഈ ആഴ്ച നേട്ടത്തോടെയാണ് ആരംഭിച്ചത്. ടെക് സ്റ്റോക്കുകളിൽ തന്നെയാണ് വലിയ റാലി കണ്ടത്. സൗദി അറേബ്യ പ്രൈസ് കട്ട് ചെയ്തതിനെ തുടർന്ന് ഓയിൽ പ്രൈസുകൾ 5% ഇടിയുകയുണ്ടായി. ഇന്ത്യൻ മാർക്കറ്റുകളിൽ ഇന്ന് നല്ലൊരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ആദ്യത്തെ വാർത്ത, ഡിസംബർ മാസത്തെ ഇന്ത്യയുടെ ഫ്യൂവൽ കൺസംഷൻ ഉയർന്നിരിക്കുന്നു. 6.2% ഉയർന്നിരിക്കുന്ന ആ വാർത്തയിലേക്കാണ്. 2023 ഡിസംബറിൽ ഇന്ത്യയുടെ മൊത്തം ഇന്ധന ഉപഭോഗം 7 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ഇത് രാജ്യത്തിന്റെ ഊർജ്ജത്തിന്റെ വർദ്ധിച്ചുവരുന്ന ആവശ്യകതയെ സൂചിപ്പിക്കുന്നു. വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ, കാർഷിക ആവശ്യകത, ഉത്സവ സീസൺ എന്നിങ്ങനെയുള്ള ഘടകങ്ങളാണ് ഇപ്പോൾ ഓയിൽ ഡിമാൻഡ് വർദ്ധിക്കാനുള്ള കാരണമായത്. ഡീസൽ വിൽപ്പനയിൽ നേരിയ വർധനവുണ്ടായപ്പോൾ പെട്രോൾ വിൽപ്പനയിൽ ഒരു ഇടിവാണ് കണ്ടത്. ഇതുകൂടാതെ റോഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ബിറ്റുമൻ വിൽപ്പന നവംബറിൽ നിന്ന് ഡിസംബറിലേക്ക് എത്തുമ്പോൾ 12.9% ഉയർന്നു. ഇത് റോഡ് കൺസ്ട്രക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്നിവയ്ക്ക് ഗുണം ചെയ്യും. മാത്രമല്ല, ഇന്ധന, എണ്ണ, LPG വിൽപ്പന എന്നിവയിലുള്ള വർധന നിർമ്മാണ, വ്യാവസായിക മേഖലകളിലെ വർദ്ധിച്ചു വരുന്ന ആക്ടിവിറ്റിയെ സൂചിപ്പിക്കുന്നു. ഇത് എനർജി സ്റ്റോക്കുകളെ സംബന്ധിച്ച് നല്ലൊരു വാർത്ത തന്നെയാണ്. എക്കോണമിയെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ള വാർത്ത തന്നെയാണ്. മറ്റൊരു വാർത്ത, ഡിസംബർ മാസത്തെ ഇന്ത്യൻ വെഹിക്കിൾ റീറ്റെയിൽ സെയിൽസ് ഡാറ്റ പുറത്തു വന്നു. വിൽപ്പനയിൽ 21% വർധനമാണ് കണ്ടത്. 2023 ഏറ്റവും വേഗതയേറിയ വളർച്ചയാണ് ഡിസംബർ മാസം കാണാൻ കഴിഞ്ഞത്. ഇരുചക്ര വാഹനങ്ങളിലാണ് ഏറ്റവും അധികം വളർച്ച കണ്ടത്. 28%. 1.45 ദശലക്ഷം യൂണിറ്റാണ് വിറ്റത്. വിവാഹ സീസണും ഗ്രാമപ്രദേശങ്ങളിലെ ആവശ്യകത കൂടിയതുമാണ് ഈ ഒരു വളർച്ചയ്ക്ക് കാരണമായത്. എന്നാൽ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെന്റിന്റെ കാര്യം വ്യത്യസ്തമാണ്. 2.7% വളർച്ച മാത്രമാണ് അവിടെ കൈവരിക്കാൻ സാധിച്ചത്. ഇത്രയധികം ഓഫറുകൾ ഉണ്ടായിട്ട് പോലും ഡിസംബർ മാസം PVകളിൽ വളർച്ച കണ്ടില്ല എന്നത് ഒരു ആശങ്ക തന്നെയാണ്. അതുകൊണ്ട് തന്നെ PV സെഗ്മെന്റ് ജനുവരി മാസം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജനുവരി മാസവും ഒരു ഇടിവിന് സാധ്യതയുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു വാർത്തയുള്ളത്, ബ്ലൂംബർഗ് സൂചികയിൽ എമർജിംഗ് മാർക്കറ്റ് ലോക്കൽ കറൻസി ഇൻഡെക്സിൽ ഗവൺമെന്റ് ബോണ്ടുകൾ 2024 ഉൾപ്പെടുത്തും എന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത. വലിയ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇനിയും മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നത്. പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഇനി പ്രധാനപ്പെട്ട നിഫ്റ്റിയിലേക്കും ബാങ്ക് നിഫ്റ്റിയിലേക്കും. നിഫ്റ്റി ഇന്നലെ വലിയൊരു ഫോളിലേക്കാണ് പോയത്. 21,513.91% ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞതുപോലെ ഹയർ ലെവലിൽ ഇന്നലെയും ഒരു സെല്ലിംഗ് പ്രഷർ കാണാമായിരുന്നു. 21,750, 21,760 റേഞ്ചിൽ ഓപ്പൺ ചെയ്ത നിഫ്റ്റി അവിടെ നിന്നും ഡൗൺ ആയി. നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയുടെ ഒരു ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത് 21,500-നും 21,850-നും ഇടയിലാണ്. ഇന്ന് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. കാരണം ഇന്നലെ ഫോം ആയിരിക്കുന്ന ഡേ ക്യാൻഡിൽ ഒരു ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ആണ്. മറ്റൊരു കാര്യമുള്ളത്, നിഫ്റ്റിയുടെ സപ്പോർട്ടുകൾ നമ്മൾ ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം. 20-യുടെ മൂവിംഗ് ആവറേജ് ഉള്ളത് 21,420-30 റേഞ്ചിലാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ 21,200 മുതൽ 21,300 വരെയുള്ളത് ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്സൈഡിലേക്ക് വന്നാൽ 21,700 മുതൽ 21,800 സോൺ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ്. മാർക്കറ്റിന്റെ ഈ ഒരു ഇടിവിന് കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ്, പ്രത്യേകിച്ച് US മാർക്കറ്റൊക്കെ ഒരു കൺസോളിഡേഷൻ മോഡിലേക്ക് പോകുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിക്കും. കാരണം ലേബർ മാർക്കറ്റ് ടൈറ്റ് ആവുന്നു. അൺഎംപ്ലോയ്മെന്റ് ഡാറ്റ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ലോവർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുകൂടാതെ US മാർക്കറ്റിൽ ഒരു റേറ്റ് കട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാർച്ചോട് കൂടിയാണ്. പക്ഷേ അത് അടുത്ത മാസത്തിലേക്കൊക്കെ നീണ്ടുപോകുമോ എന്നുള്ള ആശങ്ക വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ ലേബർ മാർക്കറ്റും അതുപോലെ അൺഎംപ്ലോയ്മെന്റ് ഡാറ്റയും അതുപോലെ ഇൻഫ്ലേഷൻ റേറ്റും ഒക്കെ ഇനിയിപ്പോൾ വരാനുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡാറ്റകളൊക്കെ പ്രതികൂലമായി കഴിഞ്ഞാൽ ഈ ഒരു റേറ്റ് കട്ട് സമയം വൈകാനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടാതെ ഇപ്പോൾ US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 4% ഉയർന്നു കഴിഞ്ഞു. നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നാൽ DIS സെല്ലിംഗ് മോഡിലാണ് എന്ന് പ്രത്യേകം പറയണം. അപ്പോൾ ഇതൊക്കെയാണ് പ്രതികൂലമായ ഘടകങ്ങളും മാർക്കറ്റുകൾ ഇടിയാനുള്ള കാരണവുമാവുന്നത്. അടുത്തതായി, ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിൽ ഏറ്റവും കൂടുതൽ കോൾ സൈഡിലും പുട്ട് സൈഡിലും മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ സ്ട്രൈക്കുകളിലേക്ക് വരാം. ആദ്യം കോൾ സൈഡിൽ 21,700 സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,600 സ്ട്രൈക്കിലും അതിനുശേഷം 21,800 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ
21,000-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,500-ലും അതിനുശേഷം 21,400-ലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം സപ്പോർട്ടിന് സാധ്യതയുള്ളത് 21,400 മുതൽ 21,500 വരെയാണ്. റെസിസ്റ്റൻസിന് സാധ്യതയുള്ളത് 21,600 മുതൽ 21,700 വരെയാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായ 21,500-ൽ 9% ഉയർച്ചയാണ് കാണുന്നത്. അതായത് ഒരു ലോങ് ബിൽഡപ്പാണ് പുട്ട് സൈഡിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ അത്യാവശ്യം നല്ല ശക്തിയായി നിൽക്കുന്നു. 228% വർധനവാണ് കാണുന്നത്. 21,450 സ്ട്രൈക്കിൽ 48% വർധനവുണ്ട്. പുട്ട് സൈഡിൽ ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ് ഈ സ്ട്രൈക്കിൽ കാണുന്നത്. കോൾ സൈഡിലേക്ക് വന്നാൽ 328% വർധനവുണ്ട്. ഷോർട്ട് ബിൽഡപ്പാണ് ഈ സ്ട്രൈക്കിൽ കോൾ സൈഡിലുള്ളത്. അടുത്തത് 21,550 സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ 20% വർധനവ് മാത്രമാണ്. ലോങ് ബിൽഡപ്പ് തന്നെയാണ് ഈ സ്ട്രൈക്കിലുമുള്ളത്. ഇനി കോൾ സൈഡിലേക്ക് വന്നാൽ 905% വർധനവുണ്ട്. നല്ല ഷോർട്ട് ബിൽഡപ്പാണ് ഈ സ്ട്രൈക്കിലും ഉള്ളത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ കോൾ സൈഡ് തന്നെയാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. ബാങ്ക് നിഫ്റ്റിയിലേക്ക്. ബാങ്കിങ് സെക്ടറും ഇന്നലെ പ്രഷറിൽ തന്നെയായിരുന്നു. 47,450-ൽ 1.47% ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഡെയിലി ചാർട്ടിൽ ഒരു ബിയറിഷ് മരബസു ക്യാൻഡലിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഇതുകൂടാതെ നല്ല വോളിയം ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നു. ഇതും ബാങ്കിങ് സ്റ്റോക്കുകളിലെ ഒരു ബിയറിഷ്നെസ് സൂചിപ്പിക്കുന്നു. അതും ശ്രദ്ധിക്കുക. 47,100, 47,000 ഡൗൺ സൈഡിൽ ഒരു ക്രൂഷ്യൽ സോൺ ആവാൻ സാധ്യതയുണ്ട്. അപ്സൈഡിലേക്ക് വന്നാൽ 48,000 മുതൽ 48,200 വരെ അപ്സൈഡിൽ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സോൺ ആവാൻ സാധ്യതയുണ്ട്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്നത് 48,000-ലാണ്. അതിനുശേഷം 48,500 സ്ട്രൈക്കിലും അതിനുശേഷം 49,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് 47,500 സ്ട്രൈക്കിലും അതിനുശേഷം 46,000 സ്ട്രൈക്കിലും അതിനുശേഷം 47,000 സ്ട്രൈക്കിലുമാണ്. 5 ദിവസത്തെ ഇടിവിന് ശേഷം ഇന്ത്യ വിക്സ് ഇന്നലെ ഉയർന്നു. 13.46 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്യുന്നത്. 6.59% ഉയർന്നാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. അതിന് മുന്നേയായി നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ആദ്യം ONGCയെ സംബന്ധിച്ച് വളരെ ഒരു ബിഗ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. സർക്കാർ ഉടമസ്ഥതയിലുള്ള എണ്ണ കമ്പനിയായ ONGC ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കൃഷ്ണ ഗോദാവരിയിൽ എണ്ണ കണ്ടെത്തിയിരിക്കുന്നു. മെയ് അല്ലെങ്കിൽ ജൂൺ മാസത്തോടെ ഉൽപ്പാദനം പ്രതിദിനം 45,000 ബാരലിനടുത്താണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തൊരു വാർത്ത വരുന്നത് ബജാജ് ഓട്ടോവിനെ സംബന്ധിച്ചാണ്. നിലവിലെ വിപണി വിലയേക്കാൾ 43% പ്രീമിയത്തിൽ 4,000 കോടി രൂപയുടെ ഓഹരി ബൈബാക്കിന് ബജാജ് ഓട്ടോ അംഗീകാരം നൽകി. മറ്റൊരു വാർത്ത ടാറ്റ ഗ്രൂപ്പിനെ സംബന്ധിച്ചത്. ടാറ്റ ഗ്രൂപ്പിന്റെ ഓട്ടോ കമ്പോണൻസ് നിർമ്മാണ ബിസിനസ്സായ ടാറ്റ ഓട്ടോകോം സിസ്റ്റംസ് TACO ലിസ്റ്റ് ചെയ്യുന്നതിനുള്ള ചർച്ചകൾ ടാറ്റ ഗ്രൂപ്പ് അംഗീകരിച്ചിട്ടുണ്ട്. ഔപചാരിക പ്രക്രിയ ഈ വർഷം അവസാനത്തോടെയാണ് ആരംഭിക്കുക. അടുത്തത് ലെമൺ ട്രീ ഹോട്ടൽസ്. ലെമൺ ട്രീ ഹോട്ടലുകൾ ഉത്തർപ്രദേശിലെ മീററ്റിൽ 75 മുറികളുള്ള ഫ്രാഞ്ചൈസി ഹോട്ടൽ 2025 സാമ്പത്തിക വർഷത്തിൽ തുറക്കും എന്നൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത. അടുത്തത് ഓയിൽ ഇന്ത്യ. റിന്യൂവബിൾ ഗ്രീൻ എനർജി ബിസിനസ്സുകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് സർക്കാർ ഉടമസ്ഥതയിലുള്ള എണ്ണവാതക പര്യവേഷണ കമ്പനി അസം പവർ ജനറേഷൻ കോർപ്പറേഷനുമായി സംയുക്ത സംരംഭ കരാറിൽ ഒപ്പുവെച്ചു എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത. അടുത്തത് BEML. പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് കമ്പനിക്ക് 329.87 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ ലഭിച്ചു. പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബൽറാംപൂർ ചീനി മിൽസ്, ബന്ധൻ ബാങ്ക്, ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ്, ഡെൽറ്റ കോർപ്പ്, എസ്കോട്ട്സ്, GNFC, ഹിൻഡ് കോപ്പർ, IEX, ഇന്ത്യ സിമന്റ്, നാഷണൽ അലുമിനിയം, PEL, സീൽ എന്നിങ്ങനെ ഒരു പിടി കമ്പനികൾ F&O ബാൻ ലിസ്റ്റിലുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകളാണ് പറഞ്ഞത്. ഇനി രാവിലെ 11 മണി മുതൽ 3:30 വരെ നമ്മുടെ യൂട്യൂബ് ലൈവ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആരും മിസ്സാക്കാതിരിക്കുക. ഒത്തിരിയേറെ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പണം കളയാതിരിക്കുക, പഠിച്ച് മാത്രം ട്രേഡ് എടുക്കുക. ഇനി രാവിലെ 9 മണി മുതൽ തന്നെ നമ്മുടെ സർവീസസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ് കിടക്കുന്നത്. ഒത്തിരിയേറെ സ്റ്റോക്കുകൾ ഇൻട്രാഡേയിൽ തന്നെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയുണ്ടായി. ആ സ്റ്റോക്കുകളിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. ആദ്യം PVR ഇനോക്സ് 1620 PE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്ന 1616 എന്നതിൽ ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്ന 1600 ആയിരുന്നു. ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. അടുത്തത് ബജാജ് ഫിനാൻസ് ആണ്.
7800 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 161.75 എന്ന നിലയിൽ. ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് 180 ആയിരുന്നു. ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു ബജാജ് ഫിനാൻസിൽ. അടുത്തത് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് 2200 PE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 66.90 എന്ന നിലയിൽ. ടാർഗറ്റ് 78 ആയിരുന്നു. ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. അടുത്തത് TVS മോട്ടോഴ്സ് 2000 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 78.20 എന്ന നിലയിൽ. ടാർഗറ്റായി ഫിക്സ് ചെയ്യുന്നത് 99 ആയിരുന്നു. ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. ഇനി ഹോൾഡിങ്ങിലുള്ള സ്റ്റോക്കുകളിലേക്ക് വരാം. BHEL 200 CE എൻട്രി എടുക്കുന്നത് 9.65 എന്ന നിലയിൽ ഇപ്പോൾ ഹോൾഡിങ്ങിലാണ്. PFC 410 CE എൻട്രി എടുക്കുന്നത് 18 എന്ന നിലയിലാണ്. IRCTC 920 CE എൻട്രി എടുക്കുന്നത് 48.50 എന്ന നിലയിൽ. വേദാന്ത ലിമിറ്റഡ് 260 PE എൻട്രി എടുക്കുന്നത് 7 എന്ന നിലയിലാണ്. കൊടാക് ബാങ്ക് 1830 PE എൻട്രി എടുത്തു. എൻട്രി എടുക്കുന്നത് 34.40 എന്ന നിലയിൽ. GMR ഇൻഫ്ര 88 CE എൻട്രി എടുക്കുന്നത് 88.10 എന്ന നിലയിൽ. ഈ സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യും എന്ന പ്രതീക്ഷയിൽ ഹോൾഡിങ്ങിൽ തന്നെയാണ്. ഇനി പറയാനുള്ളത് നിരവധി സ്വിംഗ് സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മാർക്കറ്റ് ഇടിയുന്ന സമയങ്ങളിൽ നല്ല സ്റ്റോക്കുകൾ വാങ്ങിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ ആർക്കെങ്കിലും അത്തരത്തിലുള്ള നല്ല സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാ എഡ്യൂക്കേഷണൽ വ്യൂസും ഞങ്ങൾ അവിടെ ഷെയർ ചെയ്യാറുണ്ട്. നല്ല സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ബൈ ചെയ്ത് സ്വിംഗ് സ്റ്റോക്സ് ആയിട്ട് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ്. അടുത്ത സെഗ്മെന്റിലേക്ക്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 16 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്ത്. DIS ആവട്ടെ 155 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. പക്ഷേ കഴിഞ്ഞ ആഴ്ചത്തെ DISന്റെ സെല്ലിംഗ് വലുതായിരുന്നു. 7000 കോടിയിലധികം രൂപയാണ് അവർ സെല്ല് ചെയ്തത്. US മാർക്കറ്റുകൾ US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകളിൽ ഒരു ഇടിവ് കണ്ടത് US മാർക്കറ്റുകൾക്ക് ഗുണമായി. ഇതോടെ US മാർക്കറ്റുകൾ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. നാസ്ഡാക്ക് 2.03% നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. S&P 500 1.26%, ഡൗ ജോൺസ് 0.57% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. മെഗാ ക്യാപ് സ്റ്റോക്കുകളാണ് US മാർക്കറ്റുകളെ ഇന്നലെ ഉയർത്തിക്കൊണ്ടുവന്നത്. ആമസോൺ 2.66% നേട്ടമുണ്ടാക്കിയപ്പോൾ ആൽഫബറ്റ് 2.26%. വലിയ നേട്ടത്തിലേക്ക് വന്നത് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി തന്നെയായിരുന്നു. എൻവിദിയ 6.3%, AMD 5.4% എന്നിങ്ങനെ സെമി കണ്ടക്ടർ ഇൻഡെക്സ് വൻ നേട്ടമുണ്ടാക്കി. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഈ വർഷം എത്ര തവണ റേറ്റ് കട്ട് ഉണ്ടാകുമെന്നും അതിൻ്റെ സമയവും തന്നെയാണ് മാർക്കറ്റിൻ്റെ ഒരു അപ്പ് ഓർ ഡൗൺ തീരുമാനിക്കുക. ഇതുകൂടാതെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ വ്യാഴാഴ്ച വരുന്നുണ്ട്. ഫെഡറൽ റിസർവിൻ്റെ റേറ്റ് കട്ട് തീരുമാനങ്ങളിൽ CPI ഡാറ്റ സ്വാധീനം ചെലുത്തും എന്നത് ഉറപ്പ് തന്നെയാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം. ഇൻഫോസിസ് 1.63% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്ത്. വിപ്രോ 0.09% നേട്ടത്തിലും. ICICI ബാങ്ക് ഒരു ഇടിവിലേക്ക് പോയി 0.95%. ആക്സിസ് ബാങ്കും ഇടിഞ്ഞു. HDFC ബാങ്ക് 0.53% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന USന്റെ ഫ്യൂച്ചേഴ്സ്. ഡൗ ഇപ്പോൾ 0.15% നഷ്ടത്തിലും. S&P 500 0.11% ലോസിലും. നാസ്ഡാക്ക് 0.10% നഷ്ടത്തിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ 2024 തുടക്കത്തിലുണ്ടായ നെഗറ്റിവിറ്റിക്ക് ശേഷം പോസിറ്റീവായി യൂറോപ്യൻ മാർക്കറ്റുകൾ. FTSE 0.06% നേട്ടത്തിലും. CAC 0.40% നേട്ടത്തിലും. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് 0.74% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്തത്. സ്റ്റോക്ക് 600 0.34% ഉയർന്നു. ടെക് സ്റ്റോക്കുകൾ ഇന്നലെ അവിടെ 1% മുകളിൽ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറാണ് അവിടെ ഇന്നലെ ഇടിവിലേക്ക് പോയത്. 1.5% മുകളിൽ ഇടിഞ്ഞു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ്. ഡാക്സ് 0.10% നഷ്ടത്തിലും. CAC 0.09% നഷ്ടത്തിലും. FTSE 0.02% പോസിറ്റിവിറ്റിയിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിലും ഹോങ്കോങ് മാർക്കറ്റിലും അതുപോലെ ചൈനീസ് മാർക്കറ്റിലും വലിയ സെൽ ഓഫ് ആണ് കണ്ടത്. ഈ ഇടിവിനൊക്കെ ശേഷം യൂറോപ്യൻ US മാർക്കറ്റുകൾ ഇന്നലെ വലിയ നേട്ടത്തിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ജപ്പാനിൽ നിന്നും നാഷണൽ വൈഡ് ഇൻഫ്ലേഷൻ കാണിക്കുന്ന ടോക്കിയോ ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നിരിക്കുന്നു. 2.6% നിന്ന് 2.4% കുറഞ്ഞു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 21,669.50 എന്ന നിലയിലാണ്. 0.57% ഉയർന്നാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ 120 മുതൽ 130 പോയിന്റ്സിൻ്റെ ഒക്കെ ഒരു ഗ്യാപ്പാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. മറ്റു മാർക്കറ്റുകൾ. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.44% നേട്ടത്തിലും. കോസ്പി മാർക്കറ്റ് 0.27% നേട്ടത്തിലും. തായ്വാൻ മാർക്കറ്റ് 0.35% നേട്ടത്തിലും. സിംഗപ്പൂർ മാർക്കറ്റ് 0.22% ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ.
സൗദി അറേബ്യ ഓയിൽ പ്രൈസുകൾ കുറച്ചതിനെ തുടർന്ന് തിങ്കളാഴ്ച ഓയിൽ പ്രൈസുകളിൽ 5% ഇടിവുണ്ടായി. ഡിമാൻഡ് ദുർബലമാകുന്നു. അതേസമയം തന്നെ വിപണി അമിതമായി വിതരണം നടക്കുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് അവിടുത്തെ പ്രധാന പ്രശ്നമായി ഇപ്പോഴും നിലനിൽക്കുന്നത്. ബ്രണ്ട് ഇപ്പോഴുള്ളത് 76.44 എന്ന നിലയിൽ 0.12% നേട്ടത്തിലും, WTI ഉള്ളത് $70.94 പെർ ബാരൽ എന്ന നിലയിൽ 0.24% നേട്ടത്തിലുമാണുള്ളത്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്ത് ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ള വാർത്തകൾ തന്നെയാണ്. മാത്രമല്ല മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത്.